ഉണ്ട്. നമുക്ക് അതിനോട് തന്നെ ചേർത്ത് വെച്ച് പോകേണ്ടത് മലപ്പുറത്തേക്കാണ്. അവിടെ മലമ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊന്നാനിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി പ്രത്യേക രക്തപരിശോധനാ ക്യാമ്പുകൾ നടക്കും. ശുചീകരണ പ്രവർത്തനങ്ങളും തുടരുകയാണ്. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ഈ പൊന്നാനിയിൽ അസുഖം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലമുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെയുള്ള മേഖല കൂടിയാണ്. ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമല്ല എങ്കിൽ അസുഖം പടരുവാനുള്ള സാധ്യതയൊക്കെയുണ്ട്. എന്താണ് ഈ ആരോഗ്യവകുപ്പിന്റെ നീക്കങ്ങൾ? അഭിലാഷ്, മലമ്പനി റിപ്പോർട്ട് ചെയ്തതോടെ ആരോഗ്യവകുപ്പ് ആ മേഖലയിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായിട്ടും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, അവർക്കിടയിൽ ഈ ഒരു പരിശോധനകൾ വ്യാപകമായി നടത്തേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം 3 പേർക്ക് പൊന്നാനിയിൽ റിപ്പോർട്ട് ചെയ്തു ഈ അസുഖം. അതേസമയം നിലമ്പൂരിൽ ഒരാൾക്കും ഈ അസുഖം, ഒരു അന്യ സംസ്ഥാനത്ത് വന്ന തൊഴിലാളിക്കാണ് നിലമ്പൂരിൽ ഈ അസുഖം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത് ഏതെങ്കിലും തൊഴിലാളി അവരുടെ നാട്ടിൽ നിന്ന് തിരിച്ചത്, പ്രത്യേകിച്ച് ഒറീസ പോലെയുള്ള സംസ്ഥാനങ്ങൾ തിരിച്ചെത്തുന്നവർ കൃത്യമായ പരിശോധനകൾ നടത്തിയിട്ട് ജോലിയിൽ പ്രവേശിക്കാവൂ അല്ലെങ്കിൽ തൊഴിലിന് പോകാവൂ എന്നൊരു നിർദ്ദേശമാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പ്രധാന വെല്ലുവിളി, ഈ പനി വരുമ്പോൾ തന്നെ പനിക്കുള്ള ഗുളിക ഇവരെല്ലാം തന്നെ കഴിക്കുന്നുണ്ട് ജോലി നഷ്ടപ്പെടാതിരിക്കാൻ. പക്ഷേ അങ്ങനെ പിന്നീടുള്ള പരിശോധനയിൽ പനിക്കുള്ള ഗുളിക കഴിച്ചുകൊണ്ട് മറ്റ് അസുഖങ്ങളൊന്നും കണ്ടെത്താൻ കഴിയുകയില്ല. പക്ഷേ ഇവർക്ക് മലമ്പനിയോ അതുപോലെയുള്ള മറ്റ് അസുഖങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇവരിൽ നിന്നും മറ്റുള്ളവർക്ക് പകരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ സാംക്രമിക രോഗങ്ങളുടെ ഒരു വാഹകരായിട്ട് ഇവർ മാറുന്ന സാഹചര്യമുണ്ട്. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇപ്പോൾ ഇതിന് പരിഹാരമായിട്ട് ഇത്തരത്തിലുള്ള തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ വ്യാപകമായിട്ട് പരിശോധന നടത്തുക, ലക്ഷണങ്ങളുള്ളവർക്ക് അവരുടെ രക്തപരിശോധന അടക്കം നടത്തുക, അത്തരത്തിൽ ഇത് ഈ നിയന്ത്രണ വിധേയമാക്കാൻ ഉള്ള ശ്രമങ്ങളാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മലപ്പുറത്തെ സംബന്ധിച്ച് പൊന്നാനിയിലെ രോഗബാധ സ്ഥിരീകരണം അല്പം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കാരണം അത് ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരാൾക്കാണ് ഈ ഒരു രോഗം അവിടെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ നിലമ്പൂരിലേത് മറ്റ് ഒരു സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരാൾക്കാണ്. അതായത് രണ്ട് അസുഖങ്ങളുടെയും സോഴ്സ്, ഉറവിടം വ്യത്യസ്തമാണ്. പക്ഷേ ഇത്തരത്തിൽ വന്നവരിൽ നിന്ന് ബാക്കിയുള്ളവരിലേക്ക് രോഗം പടരാനുള്ള സാധ്യത ഉണ്ടെന്നിരിക്കെ അത്തരത്തിലുള്ള പരിശോധനകൾ, അതുപോലെ തന്നെ മലിനജലം കെട്ടിക്കിടക്കാതിരിക്കാനുള്ള നടപടികൾ, കൊതുകുകൾ പെരുകാതിരിക്കാനുള്ള നടപടികൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായിട്ട് കൂടി കൈകോർത്തുകൊണ്ട് സജീവമായിട്ട് നിർവഹിക്കുകയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ട നടപടികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. 3 ആഴ്ച കർമ്മ പദ്ധതി നിർദ്ദേശിച്ചാണ് അല്ലെങ്കിൽ ലക്ഷ്യമിട്ടാണ് ആരോഗ്യവകുപ്പിന്റെ പൊന്നാനിയിലെ പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനത്തുള്ള തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിലും മറ്റിടങ്ങളിലും കൂടുതൽ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടത്തുവാനും ലക്ഷണങ്ങളുള്ള എല്ലാവർക്കും ഈ രക്തപരിശോധന അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാനുമാണ് ആരോഗ്യവകുപ്പിന്റെ ലക്ഷ്യം, ഉദ്ദേശം. എന്താണെങ്കിലും മലമ്പനി പടരാതിരിക്കുവാൻ വേണ്ട മുൻകരുതൽ നടപടികൾ ശക്തമാക്കുകയാണ് മലപ്പുറത്ത് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പ് അതിശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. മഴക്കാലമാണ്, അതുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോകുന്നുണ്ട്. വ്യക്തികളും സ്ഥാപനങ്ങളും അത്തരത്തിൽ ശുചിത്വം പാലിക്കേണ്ട സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ ഊന്നൽ നൽകേണ്ടതുണ്ട്. ഇവിടെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ പലപ്പോഴും അസുഖങ്ങൾ വരുമ്പോൾ അവർ സ്വയം മരുന്ന് വാങ്ങിക്കഴിക്കുന്ന ഒരു രീതിയുണ്ട്. അതും അങ്ങനെ സ്വയം ചികിത്സയും ഒക്കെ ഒഴിവാക്കേണ്ട സമയം കൂടിയാണ്. വാർത്താരംഭത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിടവാങ്ങിയിട്ട് ഇന്ന് 1 വർഷം ആയി. ആ വാർത്തകളിലേക്ക് അടക്കം വരാം ഇടവേളയ്ക്ക് ശേഷം.